ഇത് ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് സാമ്പ്രാണിക്കൊടിയിലാണ്. നമ്മൾ കടുവാപ്പള്ളിയിൽ പോയിട്ട് നേരെ വന്നത് സാമ്പ്രാണിക്കൊടിയിലേക്കാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നട്ടുച്ചയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര ഫ്ലോപ്പായി പോകുമെന്ന് കരുതി. പക്ഷേ എങ്കിൽ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ആ വെയിലൊന്നും നമ്മൾ ബാധിച്ചില്ല എന്ന് വേണം പറയാം. സാമ്പ്രാണിക്കൊടിയെക്കുറിച്ച് പ്രത്യേകം ഒന്നും പറയണ്ടല്ലോ. അഷ്ടമുടി കായലിൻ്റെ തെക്കേ അറ്റത്തുള്ള മനോഹരമായ ഒരു ദ്വീപാണിത്. ഇവിടെ ബോട്ടിങ്, കായൽ യാത്ര, പ്രാദേശിക മത്സ്യബന്ധനം എന്നിങ്ങനെ അടിപൊളിയായിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ബോട്ടിംഗ് സർവീസും കണ്ടൽക്കാടുകളുടെ ഭംഗിയും ഒക്കെയാണ് കേട്ടോ. ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ നടത്തുന്നത് DTPC ആണ്. അവിടുന്ന് ഒരു 30 മിനിറ്റ് നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്തു. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആ വെള്ളത്തിലിറങ്ങിയ കൂട്ടത്തിൽ നമ്മൾ അവിടുന്ന് കുറച്ച് മാങ്ങയും അതുപോലെ പൈനാപ്പിളും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ ഇതൊന്നും മേടിച്ച് കഴിക്കാതെ പോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇതിനൊക്കെ പുറമെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഐറ്റം ആയിരുന്നു. വാങ്ങണോ വേണ്ടയോ എന്ന് 2 വട്ടം ചിന്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇത് വാങ്ങിയത്. എന്നാൽ ഇത് കഴിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു വാങ്ങിയില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായി പോയെന്ന്. എൻ്റെ പോലും അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ കക്കയിറച്ചിയും കപ്പയും ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കപ്പയുടെ ടേസ്റ്റ് ഒന്നുമില്ല, അതിനെക്കാട്ടിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം മേടിച്ചത് കണ്ണടച്ച് തുറന്നപ്പോഴേക്ക് തീർന്നു. ഇതിപ്പോൾ രണ്ടാമത് വീണ്ടും മേടിച്ചതാണ് കേട്ടോ. എന്തായാലും ഈ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഈ ഒരു ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് വള്ളത്തിൽ കയറി കണ്ടൽക്കാടുകളുള്ള സ്ഥലത്ത് പോയി അവിടുത്തെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചു വരാം. ഈ യാത്രയിൽ നമ്മളോടൊപ്പം അമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഈ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല. അമ്മ ബോട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം. അതുകൊണ്ട് നമ്മൾ വള്ളത്തിലൊന്നും കയറാൻ നിന്നില്ല. മാക്സിമം നമ്മൾ ഇവിടുത്തെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചു. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് തിരിച്ച് നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. കായൽ തീരം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. പിള്ളേർക്ക് 2 പേർക്കും ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അത് വാങ്ങിയതിന് ശേഷം നമ്മളെല്ലാവരും ഊണാണ് കഴിച്ചത് കേട്ടോ. അത്യാവശ്യം നല്ല ഊണായിരുന്നു. ഊണിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്ന ഈ ഒരു യാത്ര ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയുള്ള വിശേഷം. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോട്ടെ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.